അങ്കോലം അഥവാ വേലിഞ്ഞുണ്ടി വിഷചികിത്സയിൽ പ്രധാനമായി ഉപയോഗിച്ചു വരുന്ന ഔഷധ സസ്യമാണ് അങ്കോലം. തെക്കേ ഇന്ത്യയിലും ശ്രീലങ്കയിലും കണ്ടുവരുന്നു. സമതല പ്രദേശങ്ങളിൽ കുന്നിൻ ചെരുവുകളിലും ഇത് വളരുന്നുണ്ട്. അങ്കോലം കോലകം, രേജി, ദീർഘകീലകം എന്നീ സംസ്കൃത നാമങ്ങളിൽ ഇതറിയപ്പെടുന്നു. സ്ലാവിഫ്ലോഫിയം അലാഞ്ചിയം എന്ന പേരിലാണ് ഇംഗ്ലീഷിൽ ഇത് അങ്കോലം അറിയപ്പെടുന്നത്. അലൻചിയോസി എന്ന സസ്യകുടുംബത്തിലാണ് അങ്കോലം ഉൾപ്പെട്ടിരിക്കുന്നത്. ഇതിൻ്റെ ശാസ്ത്രീയ നാമം അലാങ്കിയം സാൽവിഫോളിയം വാങ് എന്നാണ്. തടിക്കധികം വണ്ണമില്ലാതെ 10 മീറ്റർ പൊക്കത്തിൽ അങ്കോലം വളരുന്നു. മുള്ളുള്ള ചെറിയ മരമാണ് അങ്കോലം. അധികം വണ്ണമില്ലാതെയാണ് ഈ മരം വളരുന്നത്. ഇളം പച്ച കലർന്ന നിറമുള്ള അങ്കോലത്തിൻ്റെ പൂക്കൾക്ക് നല്ല സുഗന്ധമുണ്ടായിരിക്കും. അങ്കോലത്തിൻ്റെ രോമിലമായ വിത്തിനു ചുറ്റും മാംസളമായ പൾപ്പ് കാണപ്പെടും. വേര്, ഇല, കായ് എന്നിവ അങ്കോലത്തിൻ്റെ ഔഷധയോഗ ഭാഗങ്ങളായി ഉപയോഗിക്കുന്നു. രസമാണെങ്കിൽ കഷായം, തിക്തം ആണ്. കടുവാണെങ്കിൽ ഗുണം, ലഘു, സ്നിഗ്ധം, തീക്ഷ്ണം. സമരമാണെങ്കിൽ വീര്യം, ഉഷ്ണം, വിഭാഗം, കടു എന്നിവയാണ് ആയുർവേദ വിധി പ്രകാരം അങ്കോലത്തിൻ്റെ രാസാദി ഗുണങ്ങൾ. രാസഘടകങ്ങൾ നോക്കിയാൽ അങ്കോലത്തിൻ്റെ വേരിന്മേൽ തൊലിയിൽ അലാഞ്ചിൻ, മാർക്കിഡിൻ എന്നീ ആൽക്കലോയിഡുകൾ കാണപ്പെടുന്നു. ഔഷധ ഗുണങ്ങൾ നോക്കിയാൽ പേപ്പട്ടി വിഷത്തിന് ഒരു പ്രതിരോധ ഔഷധമായി അങ്കോലം ഉപയോഗിക്കുന്നു. രക്തസമ്മർദ്ദം താൽക്കാലികമായി ശമിപ്പിക്കുവാൻ അങ്കോലത്തിന് കഴിവുണ്ട്. അതിസാരം, ജ്വരം എന്നിവയ്ക്കും ഉത്തമമായ ഒരു ഔഷധമാണ് അങ്കോലം. ഇതിൻ്റെ വേര് കൃമികളെ നശിപ്പിക്കുന്നു. അങ്കോലത്തിൻ്റെ ഉപയോഗം രക്തശുദ്ധി ഉണ്ടാക്കുന്നു. ശ്രീകൃഷ്ണലംഘനം അകറ്റും. ഔഷധ പ്രയോഗങ്ങൾ നോക്കിയാൽ പേപ്പട്ടി വിഷത്തിനൊരു പ്രതിരോധ ഔഷധമായി അങ്കോലം ഉപയോഗിക്കുന്നു. അങ്കോലത്തിൻ്റെ വേര് പച്ചയോടെ ഇടിച്ചു പിഴിഞ്ഞെടുക്കുന്ന രസം 5 മില്ലി 2 നേരം ദിനംപ്രതി 15 ദിവസേന കഴിച്ചാൽ പേവിഷത്തിന് ശമനമുണ്ടാകും. വേര്, തൊലി, ഇല ഇവയരച്ച് പൂച്ചിനടുത്ത് വിഷജന്തുക്കൾ കടിച്ചിട്ടുണ്ടാകുന്ന നീര്, വേദന, വിഷം ശമിപ്പിക്കുന്നു. അങ്കോല തൈലം നാഭിക്ക് കീഴിൽ പുരട്ടി നടവുന്നത് ശ്രീകൃഷ്ണ ലഗ്നത്തിന് ശമനമുണ്ടാകും. അങ്കോലത്തിൻ്റെ വേര്, തൊലി, ഇല, കായ് ഇവ 1/2 ഗ്രാം വരെ എടുത്ത് അരിക്കാടിയിൽ അരച്ച് ദിവസം 2 നേരം വീതം കുടിക്കുന്നത് അതിസാരം, ഫിലങ്ക രോഗം എന്നിവ ശമിപ്പിക്കുന്നതിന് നല്ലതാണ്. കുഷ്ഠരോഗത്തിന് അങ്കോലം വിശേഷമാണ്. അങ്കോലത്തിൻ്റെ വേര്, തൊലി, ഇല, കായ് ഇവ 1/2 ഗ്രാം വരെ എടുത്ത് അരക്കാടിയിൽ അരച്ച് ദിവസം 2 നേരം വീതം സേവിച്ചാൽ കുഷ്ഠം ശമിക്കും. ഇതിൻ്റെ വേര് കൃമികളെ നശിപ്പിക്കുന്നതിന് വളരെ വിശേഷമാണ്. അങ്കോലത്തിൻ്റെ വേരിന്മേൽ തൊലി കൊണ്ട് കഷായമുണ്ടാക്കി വിധിപ്രകാരം സേവിച്ചാൽ ഉദരകൃമികൾ ശമിക്കുമെന്ന് കാണുന്നു. അങ്കോലത്തിൻ്റെ ഫലമജ്ജ പഞ്ചസാരയിൽ ചേർത്ത് കഴിക്കുന്നത് മോണയിൽ നിന്നുള്ള രക്തസ്രാവത്തിന് എളുപ്പത്തിൽ ശമനമുണ്ടാക്കും. മഹാഭൂതരാഘവ്രതം, അങ്കലോതി എണ്ണ തുടങ്ങിയ ആയുർവേദ ഔഷധങ്ങളിൽ അങ്കോലം മുഖ്യ ചേരുവയായി ഉപയോഗിക്കുന്നു.